എടുത്തിട്ട് പോയേന്ന്. ഇതേ ഇവന്റെ ബെഡാണ്. ഇവൻ ആ കായലിലേക്ക് നോക്കിയിരുന്നാൽ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടാൻ പറ്റുള്ളൂ കേട്ടാ. എന്താന്നാ എന്താണ് പോട്ടെ എടോ എടുത്തിട്ട് പോയേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്റെ പെട്ടി കിടന്നു. ഇവന്റെ പെട്ടി കിടക്കാൻ പറ്റില്ല. ആള് ഭയങ്കര ചൂടിലാണല്ലോ. അമ്മച്ചി ഇങ്ങോട്ട് വിട്ടേക്ക്, ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. വാടോ, നിലയ്ക്ക് നിർത്താൻ വാടോ. ചോണയുണ്ടെങ്കിൽ നീ ഒരിക്കൽ കൂടെ പറഞ്ഞു നോക്ക്, നിന്റെ പല്ല് താഴെ കിടക്കും. ഹലോ, കായലെന്തെങ്കിലും കളഞ്ഞു പോയോ? കൊറേ നേരെ നോക്കി നിൽക്കുന്നു. ഹേയ്, ഞാനിതിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കുകയായിരുന്നു. അതിനോട് ലേഡീസ് ആരും കുളിക്കുന്നില്ലല്ലോ, പിന്നെ എന്ത് ഭംഗി? കായലിന്റെ ഭംഗിയാ. കായലെന്ത് ഭംഗിയാണ്? കൊറേ വെള്ളം അതിങ്ങനെ കെട്ടി നിൽക്കണം. അതിലിത്ര ഭംഗിക്കാൻ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. തല്ലുന്നതേ തോന്നിയത് കൊണ്ടാ. തനിക്കെന്താ? ഇനി ആരെങ്കിലും എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നാ തല്ലിയല്ല കൊല്ലുകയായിരിക്കും ചെയ്യാ. എന്നോട് സംസാരിക്കരുത്, ഞാൻ കീപ്പ് ചെയ്യുന്ന ഒന്നിലും ടച്ച് ചെയ്യരുതെന്ന് 100 തവണ പറഞ്ഞിട്ടുള്ളതാ. ഇനി എന്റെ ബുക്ക് എടുക്കുവോ? എന്ത് ചോദിച്ചാലും തോളം കുലുക്കി കണ്ണടച്ച് കാണിച്ചോളൂ. ഈ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ചെയ്യാം, ഡോക്ടർ പറയണൊക്കെ ചെയ്യാം. പക്ഷെ എനിക്കൊരു കാര്യം പറഞ്ഞാൽ മതി, ഇതൊക്കെ ചെയ്താലും ഞാൻ രക്ഷപ്പെടും. വലിയ മച്ചാൻ വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങളുടെ അല്ല, എന്റെ ഭാഗ്യ. ഇതേപോലെ 2 ഫ്രണ്ട്സിനോട് ഇങ്ങനെ നിന്ന് മനസ്സ് തുറക്കാനും സംസാരിക്കാനൊന്നും എനിക്ക് ഇന്നേ വരെ അവസരം കിട്ടിയിട്ടില്ല. ഗൗരി, പേടിച്ചിട്ടല്ല, നിറഞ്ഞ സ്നേഹത്തോടെ അതേ കൂട്ടി തരുന്നത്. വാങ്ങിക്കും. ഇനി കൊച്ചിനെ വിഷമിപ്പിക്കല്ലേട്ടാ. ഗൗരി പ്ലീസ്. ദേവൂട്ടി മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. വാങ്ങിക്കേ. അതെ, ഇത് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു അപേക്ഷയാണ്.